ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ WTO ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് WTO ജസ്റ്റ് എന്ന് പറയാം. എന്തൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റിംഗ് WTO ട്രേഡ് എഗ്രിമെൻറ്റ്സ്. WTO ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റ്സ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് WTO ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രിങ് WTO ട്രേഡ് എഗ്രിമെൻറ്റ്സ്. WTOയുടെ ട്രേഡ് എഗ്രിമെൻറ്റ്സ് നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് പ്രധാനമായിട്ടും ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സെക്കൻഡ്, ഫോറം ഫോർ ട്രേഡ് നെഗോഷിയേഷൻസ്, അതായത് കച്ചവടവുമായി വാണിജ്യവുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ്, അങ്ങനെയുള്ള അനുരഞ്ജന ശ്രമങ്ങൾ, ആൾക്കാർ തമ്മിലുള്ള നെഗോഷിയേഷൻസൊക്കെ നടപ്പിലാക്കുക, അനുരഞ്ജനങ്ങൾ നടപ്പിലാക്കുക, അതിനുള്ള ഒരു ഫോറമായിട്ടൊരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക. ഹാൻഡ്ലിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്, ട്രേഡിലുള്ള ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, ആൾക്കാർ തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട്, വാണിജ്യവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇല്ലാതാക്കുക, കൈകാര്യം ചെയ്യുക. മോണിറ്ററിങ് നാഷണൽ ട്രേഡ് പോളിസീസ്, ഓരോ രാഷ്ട്രങ്ങളുടെയും ട്രേഡ് പോളിസിയെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ട്രെയിനിങ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായ അവികസിത രാജ്യങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും മറ്റും ട്രെയിനിങ്ങും ഒക്കെ നൽകുക. കോഓപ്പറേഷൻ വിത്ത് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, മറ്റു അന്താരാഷ്ട്ര ഏജൻസികളുമായി, സംഘടനകളുമായി സഹകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. അഡ്മിനിസ്ട്രിങ് WTO ട്രേഡ് എഗ്രിമെൻറ്റ്സ്, WTOയുടെ ട്രേഡ് എഗ്രിമെൻറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക. ഫോറം ഫോർ ട്രേഡ് നെഗോഷിയേഷൻസ്, ട്രേഡ് അനുരഞ്ജന ശ്രമങ്ങൾ അത് കൈകാര്യം ചെയ്യുക. ഹാൻഡ്ലിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്, ട്രേഡുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് ഇല്ലാതാക്കുക. മോണിറ്ററിങ് നാഷണൽ ട്രേഡ് പോളിസീസ്, ദേശീയ ട്രേഡ് സംവിധാനങ്ങളെ മോണിറ്റർ ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക. ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായ കോഓപ്പറേഷൻ വിത്ത് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രേഡിംഗ് സിസ്റ്റം? ഈ ട്രേഡിൻ്റെ അല്ലെങ്കിൽ വാണിജ്യ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. സോ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട WTO എഗ്രിമെൻറ്റ്സ് എന്ന് വെച്ചാൽ വളരെ ലെങ്തിയും കോംപ്ലക്സുമാണ്. അപ്പം കാരണം ദർ ആർ സോ മെനി ലീഗൽ ടെക്സ്റ്റ് കവറിങ് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. സോ മെനി ലീഗൽ ടെക്സ്റ്റ് ആർ ദർ, ധാരാളം നിയമപരമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം WTOൻ്റെ എഗ്രിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ദേ ആർ വെരി ലെങ്തി ആസ് വെൽ ആസ് കോംപ്ലക്സ് ബിക്കോസ് ഓഫ് സോ മെനി ലീഗൽ ടെക്സ്റ്റ്. നിയമപരമായ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് വളരെ ലെങ്തിയും വളരെ കോംപ്ലക്സുമായിട്ടുള്ള എഗ്രിമെൻ്റാണ് WTOൻ്റെ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഏതെല്ലാം കാര്യങ്ങളും ധാരാളം ആക്ടിവിറ്റീസിനെ കവർ ചെയ്യുന്ന നിയമങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് WTOൻ്റെ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എഗ്രിമെൻറ്റുകളെല്ലാം വളരെ ലെങ്തിയുമാണ്, ധാരാളം ആക്ടിവിറ്റീസിനെ കവർ ചെയ്യുന്ന നിയമങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ആ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ദെൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ്, ബാങ്കിങ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഗവൺമെൻറ് പർച്ചേസസ്, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രോഡക്റ്റ് സേഫ്റ്റി, ഫുഡ് സാനിറ്റേഷൻ റെഗുലേഷൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് മച്ച് മോർ. അങ്ങനെ ധാരാളം സോ മെനി ആക്ടിവിറ്റീസ് ആർ കവേർഡ് അണ്ടർ ദ എഗ്രിമെൻറ്റ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെൻറ്റിൽ ധാരാളം ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്നു. ആ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചർ ഉണ്ട്, ടെക്സ്റ്റൈൽസ്, ക്ലോത്തിങ്, ബാങ്കിങ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഗവൺമെൻറ് പർച്ചേസസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പ്രോഡക്റ്റ് സേഫ്റ്റി എന്തൊക്കെയാണെന്ന്, ഫുഡ് സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ആക്ടിവിറ്റീസാണ് ഈ WTO എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് വെരി ലെങ്തി ആസ് വെൽ ആസ് കോംപ്ലക്സ്. ബട്ട് along with this complex rules, there are some simple fundamental principles. ചില വളരെ സിമ്പിളായിട്ടുള്ള ചില അടിസ്ഥാനപരമായ തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളാണ് പ്രധാനമായിട്ടും ഈ ട്രേഡിംഗ് സംവിധാനത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. There are some other principles which are very simple. These principles are the underlying principles
വിച്ച് ഡിറ്റർമിൻ ദ മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം. അപ്പം മറ്റു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതിനായി ചില വളരെ സിമ്പിളായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാൻ പോവാണ്. എന്തൊക്കെ തത്വങ്ങളാണ്, തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഒരു രാഷ്ട്രത്തിൻ്റെ മറ്റു രാഷ്ട്രങ്ങളുമായുള്ള ട്രേഡ് നടക്കേണ്ടതെന്നാണ്. അത് ചില സിമ്പിളായിട്ടുള്ള ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണുള്ളത്. അതെന്തൊക്കെയാണെന്ന് ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനമില്ലാത്ത വാണിജ്യം. അതായത് മറ്റു രാഷ്ട്രങ്ങളോടും ട്രേഡിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഫ്രീയർ ട്രേഡ് എന്ന് വെച്ചാൽ സ്വതന്ത്ര വ്യാപാരം. ഗ്രാജുവലി ത്രൂ നെഗോഷിയേഷൻസ്. എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻസിലൂടെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അനുരഞ്ജന ശ്രമങ്ങളിലൂടെ വളരെ ഫ്രീ ആയിട്ടുള്ള, അതായത് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്, ഒരു തടസ്സങ്ങളും ഇല്ലാത്ത ഫ്രീ ട്രേഡ് ഉറപ്പുവരുത്തുക. പ്രഡിക്റ്റബിലിറ്റി ത്രൂ ബൈൻഡിങ് ആൻഡ് ട്രാൻസ്പെരൻറ്റി. അതിനെക്കുറിച്ച് നമുക്ക് എന്തിനെക്കുറിച്ചും കൃത്യമായി പറയാൻ കഴിയണം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെയും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വളരെ സുതാര്യത കീപ്പ് ചെയ്യുന്നതിലൂടെയും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു നിശ്ചിതത്വം ഉണ്ടാക്കിയെടുക്കുക, എന്ത് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും അവർ തമ്മിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിലേഷൻസിലൂടെയും എല്ലാ കാര്യങ്ങളിലും പ്രഡിക്റ്റബിലിറ്റി ഉറപ്പുവരുത്തുക. ദെൻ പ്രൊമോട്ടിങ് ഫെയർ കോമ്പറ്റീഷൻ. എന്തിനെ പ്രൊമോട്ട് ചെയ്യുക? നല്ല കോമ്പറ്റീഷൻ, നല്ല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുക. എൻകറേജിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇക്കണോമിക്സ് ഫോറം. The WTO is rules based and rules are negotiable agreement. So enlarging development and economics reform. മാത്രമല്ല എന്താണ്, എന്തിനെ എൻകറേജ് ചെയ്യുക? ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുക. എക്കണോമിക് റിഫോംസ്, അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക. രാഷ്ട്രങ്ങളുടെ ഡെവലപ്മെൻറ്റിനെയും സാമ്പത്തിക പരിഷ്കാരങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക. അപ്പം WTO എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റൂൾ ബേസ്ഡ് വൺ. അപ്പം പ്രധാനമായിട്ടും റൂൾ ബേസ്ഡ് വണ്ണാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റഡ് എഗ്രിമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ നിയമങ്ങളെന്ന് വെച്ചാൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മൊത്തം ഒരു ഓവർവ്യൂ പറഞ്ഞാൽ, അതായത് WTOൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ്റെ ഒരു മൊത്തത്തിൽ ഒരു ഗൈഡ്, ഒരു നാവിഗേഷണൽ ഗൈഡ്, എന്താണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ടാരിഫ് മോർ ബൈൻഡിങ്സ് ആർ ക്ലോസർ ടു സീറോ. അപ്പോൾ ടാരിഫ് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ കുറഞ്ഞ ടാരിഫ് ചുമത്തുന്നതെന്നായിരിക്കണം. കച്ചവടത്തിന് മുകളിൽ വളരെ കുറഞ്ഞ ഒരു ടാരിഫ് വേണം ചുമത്തത്. അഗ്രികൾച്ചർ ഫെയറർ മാർക്കറ്റ് ഫോർ ഫാമേഴ്സ്. അഗ്രികൾച്ചറിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമേഴ്സിന് നല്ല ഒരു മാർക്കറ്റ് കൊടുക്കുക. അപ്പം ഒരു നാവിഗേഷണൽ ഗൈഡാണ് ഈ പറയുന്നത്. അതായത് ഓരോ മേഖലയിൽ എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്, ഓരോ മേഖലയിൽ എന്തായിരിക്കണം നിലനിൽക്കേണ്ട അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പോൾ ടാരിഫിനെ സംബന്ധിച്ചിടത്തോളം മോർ ബൈൻഡിങ്സ്, ആൾക്കാർ തമ്മിൽ വളരെ ബന്ധം സൂക്ഷിക്കുന്ന തരത്തിലുള്ള ടാരിഫ് വേണം. ക്ലോസർ ടു സീറോ, വളരെ കുറഞ്ഞ ഏകദേശം സീറോയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ടാരിഫ് വേണം ചുമത്തേണ്ടത്. അഗ്രികൾച്ചർ എങ്ങനെയായിരിക്കണം? ഫെയർ മാർക്കറ്റ്സ് ഫോർ ഫാമേഴ്സിന് നല്ല മാർക്കറ്റ് ഉറപ്പുവരുത്തുന്ന ഒന്നായിരിക്കണം കാർഷിക മേഖല. സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി, എല്ലാത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ട്രേഡിലായാലും കൈകാര്യങ്ങളിലായാലും സ്റ്റാൻഡേർഡ്സ്, അതായത് ചില നിലവാരങ്ങൾ പുലർത്തുക. സേഫ്റ്റി ഉറപ്പുവരുത്തുക, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ ബാക്ക് ഇൻ ദ മെയിൻ സ്ട്രീം, പ്രധാനപ്പെട്ട രീതിയിലുള്ള ഐറ്റംസ് വേണം, കമ്മോഡിറ്റീസ് വേണം ഉപയോഗിക്കേണ്ടത്. സർവീസസ്, റൂൾസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സർവീസസിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഗ്രോത്തിനും ഇൻവെസ്റ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണമായിരിക്കണം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, അതായത് സംരക്ഷണം ഉറപ്പുവരുന്ന തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം ഉറപ്പുവരുത്തേണ്ടത്. ആൻറ്റി ഡംപിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ഡംപിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പൂഴ്ത്തിവയ്പ്പിന് എതിരായിട്ടുള്ള പരിപാടി. പിന്നെ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക, സേഫ് ഗാർഡ്സ് സംരക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, കണ്ടിജൻസീസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നവയായിരിക്കണം. നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ റെഡ് ടേപ്പിസ് ഇല്ലാതാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മൊത്തം അവരുടെ ഒരു നാവിഗേഷണൽ ഗൈഡ്, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ, WTOയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി അവർ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ടാരിഫ് കുറച്ച് ഏകദേശം സീറോയിലേക്ക് എത്തിക്കണം. അഗ്രികൾച്ചർ നല്ല മാർക്കറ്റ് ഉറപ്പുവരുത്തുന്ന ഒന്നായിരിക്കണം. നല്ല സ്റ്റാൻഡേർഡ്സും നല്ല സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഒന്നായിരിക്കണം. മെയിൻ സ്ട്രീം ടെക്സ്റ്റൈൽസിലേക്ക് വേണം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. പിന്നെ സർവീസസ് എന്ന് വെച്ചാൽ ഗ്രോത്തിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം സർവീസസ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്.
സംരക്ഷണം ഉറപ്പുവരുത്തുന്നതായിരിക്കണം. ആൻറ്റി ഡംപിങ് പോളിസീസ് ഉണ്ടാവണം. സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യണം. സേഫ് ഗാർഡ്സ് വേണം. കണ്ടിജൻസീസ് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ സേവനങ്ങൾ നൽകുന്നവയായിരിക്കണം. നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കണം. റെഡ് ടേപ്പിസ് ഇല്ലാതാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ WTOൻ്റെ പ്രധാനപ്പെട്ട ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിനെ നയിക്കേണ്ടതെന്നാണ് അവരുടെ അഭിപ്രായം. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റ്സ് ഫോർ ഇന്ത്യ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഇതിൽ നിന്ന് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. WTO ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ദാറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ വിച്ച് സൂപ്പർവൈസസ് ദ റൂൾസ് ബൈ വിച്ച് സോവറിൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. അതായത് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് WTO എന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് കൺട്രോൾസ് ദ ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് WTO എന്ന് പറയുന്നത്. സോ ദീസ് റൂൾസ് ആർ ഫോംഡ് ബൈ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദ മെമ്പർ കൺട്രീസ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻസിലൂടെ അല്ലെങ്കിൽ അനുരഞ്ജന ശ്രമങ്ങളിലൂടെയാണ് ഈ റൂൾസൊക്കെ രൂപീകരിക്കുന്നത്. അപ്പം സാധാരണ ദോസ് പീപ്പിൾ ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് WTO ഷുഡ് ഹാവ് സം ഓബ്ലിഗേഷൻസ്. അപ്പം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാ രാഷ്ട്രങ്ങളിലും ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്, ചില കടമകളുണ്ട്. ആ കടമകൾ മാത്രമല്ല ഓരോ രാഷ്ട്രങ്ങളും ചില കടമകൾ ഫോളോ ചെയ്യണം. അതുമാത്രമല്ല ദേ ഓൾസോ പ്രൊവൈഡ് സം പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺഫെയർ പ്രാക്ടീസസ് പെർട്ടിക്കുലർലി ഫ്രം ദ റിച്ചർ കൺട്രീസ്. അതുമാത്രമല്ല ചില റിച്ചർ കൺട്രീസ് ഫോറർ കൺട്രീസിനോട് കാണിക്കുന്ന ചില അൺഫെയർ ആയിട്ടുള്ള മോശമായിട്ടുള്ള ചില പോളിസീസ് ഉണ്ടാവും. അതിനെതിരെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്നുമാണ് WTOൻ്റെ പല നിയമങ്ങളും. So these rules are which are formed through negotiations or consensus between nations. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനങ്ങളിലൂടെ, ശ്രമങ്ങളിലൂടെ, വർത്തമാനങ്ങളിലൂടെ എത്തിച്ചേരുന്ന ചർച്ചകളിലൂടെ എത്തിച്ചേരുന്ന നിയമങ്ങളാണ് ഈ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ എല്ലാ രാഷ്ട്രങ്ങൾക്കും പരസ്പരം ചില ഓബ്ലിഗേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ റിച്ചർ കൺട്രീസിൻ്റെ ബോർഡർ കൺട്രീസിനോടുള്ള അൺഫെയർ പ്രാക്ടീസസ് ഒഴിവാക്കാനും WTOയിലെ നിയമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ റൂൾ ഇല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ എന്ന് പറയുമ്പം ദേ വിൽ ബി അറ്റ് ദ മേഴ്സി ഓഫ് ദ റിച്ച് ഡെവലപ്ഡ് കൺട്രീസ്. അങ്ങനെ ഒരു റൂൾ ഇല്ലെങ്കിൽ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ദേ ആർ ഡെവലപ്പിംഗ് കൺട്രീസ്, ദേ വിൽ ബി അറ്റ് ദ മേഴ്സി ഓഫ് ദ റിച്ച് കൺട്രീസ്. അവരാരുടെ ദയവിന് വേണ്ടി കാത്തിക്കേണ്ടി വരും? റിച്ച് കൺട്രീസിൻ്റെ ട്രേഡിലും ആയാലും മറ്റു കാര്യങ്ങളിലായും റിച്ച് കൺട്രീസിൻ്റെ ദയവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. സോ ഇന്ത്യ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദ WTO ആൻഡ് ഇന്ത്യ ഓൾസോ വുഡ് സെക്യൂർ മെനി കൺസെഷൻസ്. അപ്പോൾ ധാരാളം കൺസെഷൻസൊക്കെ ഇന്ത്യയും നേടും. അതായത് ചൈന USA-യിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ അവരുടെ മെമ്പർഷിപ്പ് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി ചില ബെനിഫിറ്റ്സൊക്കെ കൺസെഷൻസൊക്കെ ചൈന നേടിയ പോലെ ഇന്ത്യക്കും പല കൺസെഷൻസ് നമുക്കും കിട്ടാനുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യ should not fear that foreign investors will swamp the Indian economy. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഇക്കോണമിയെ അങ്ങനെ വിഴുങ്ങിക്കളയുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കാരണം നമുക്ക് the atmosphere is not much deleterious atmosphere in India. അതായത് ഇന്ത്യയിലെ കണ്ടീഷൻസ് അത്ര മോശം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പുതിയ WTOൻ്റെ പുതിയ പല നിയമങ്ങളും ചില പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ WTOയുടെ ഈ പ്രോബ്ലംസൊക്കെ നമുക്ക് എന്തായാലും കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതിന് നമ്മൾ അടുത്ത ഒരു ഇതിലാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺട്രി വിത്ത് ലാർജ് വോളിയം ഓഫ് ട്രേഡ്. അപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ലാർജ് വോളിയം വളരെ അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ മേജർ പ്ലെയർ ഇൻ ദ വേൾഡ് കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യയുടെ ലാർജ് വോളിയം ഓഫ് ട്രേഡ് ഇന്ത്യക്ക് ഉണ്ടെങ്കിലും, വളരെയധികം വലിയ ക്വാണ്ടിറ്റി ഇന്ത്യ ട്രേഡ് ചെയ്യുന്നെങ്കിലും കയറ്റുമതി ചെയ്യുന്നെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ മേജർ പ്ലെയർ ഇൻ ദ വേൾഡ് കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പം ഇന്ത്യയിലെ ചില സാധനങ്ങൾ ഒഴിച്ച്, അതായത് ടീ, കോഫി, കാഷ്യൂ, സോയാ മീൽ, സ്പൈസസ്, റൈസ് ഇവയുടെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി പല കാര്യങ്ങളിലും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. വളരെ ലാർജ് വോളിയമൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും കയറ്റുമതി ചെയ്യുന്നെങ്കിലും ചില ഐറ്റംസ്, ഈ പറഞ്ഞ ചില ഐറ്റംസ് ഒഴിച്ച്, ടീ, കോഫി, കാഷ്യൂ തുടങ്ങിയ ഐറ്റംസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെ മീഗറാണ്.
അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഇന്ത്യയുടെ ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്താലേ നമുക്കൊരു ഒരു കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മുടെ ട്രേഡ് സിറ്റുവേഷൻ കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താലേ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ സിറ്റുവേഷൻ, ഇന്ത്യയുടെ പൊസിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് WTOൻ്റെ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു നെഗോഷിയേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അപ്പോൾ അതൊരു എഗ്രിമെൻ്റാണ്. ദിസ് എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ AOA നമ്മൾ ചുരുക്കത്തിൽ പറയാം. എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ ഈസ് ആൻ എഗ്രിമെൻറ്റ് അണ്ടർ ദ WTO. WTOയിൽ വന്നിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ AOA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദർ ആർ സം കമ്മിറ്റ്മെൻറ്റ്സ് ടു റെഡ്യൂസ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഇൻ ദ ഏരിയ ഓഫ് ഡൊമസ്റ്റിക് സപ്പോർട്ട്, എക്സ്പോർട്ട് സബ്സിഡീസ് ആൻഡ് മാർക്കറ്റ് ആക്സസ്. പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ചില കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കുക, എക്സ്പോർട്ട് സബ്സിഡി ഇല്ലാതാക്കുക, മാർക്കറ്റ് ആക്സസും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഇൻ ദ ഏരിയാസ് ഓഫ് ഡൊമസ്റ്റിക് സപ്പോർട്ട്, അതായത് ചില കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ ഓരോ കമ്മോഡിറ്റീസിനും രാജ്യത്തിനകത്ത് കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ കാര്യത്തിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലും എക്സ്പോർട്ടിന് സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിലും മാർക്കറ്റ് ആക്സസ്, അതായത് വിപണിയിലേക്കുള്ള വിപണിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരവസ്ഥ, ഈ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചില അതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന്. അപ്പോൾ എന്തൊക്കെ ബന്ധപ്പെട്ടാണ്? സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഏരിയാസ്, സപ്പോർട്ട് ഡൊമസ്റ്റിക് സപ്പോർട്ട്, റെഡ്യൂസ് ഡൊമസ്റ്റിക് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ, എക്സ്പോർട്ട് സബ്സിഡിയുടെ കാര്യത്തിൽ, മാർക്കറ്റ് ആക്സസ്, ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില റൂൾസ് അല്ലെങ്കിൽ ചില എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രേഡുമായി ബന്ധപ്പെട്ടതുമല്ല, നോൺ ട്രേഡ് കൺസേൺസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നു. പ്രത്യേകിച്ചും ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, മാത്രമല്ല ഡെവലപ്പിംഗ് കൺട്രീസിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായ അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് ആവശ്യമായ മാർക്കറ്റ് ആക്സസ് ഉണ്ടാക്കാനും, അതുപോലെ പ്രത്യേകിച്ചും ആ രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാവണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ മാത്രമല്ല, നോൺ ട്രേഡ് കൺസേൺസ്, അഗ്രികൾച്ചർ മാത്രമല്ല നോൺ ട്രേഡ് കൺസേൺസ്, അതായത് ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട്, അതുപോലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, മാത്രമല്ല ഡെവലപ്പിംഗ് കൺട്രീസിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കാര്യം, അങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സപ്പോർട്ട് ആൻഡ് ഏത് കുറയ്ക്കുക എന്നുള്ളതാണ്, ഡൊമസ്റ്റിക് സപ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്, എക്സ്പോർട്ട് സബ്സിഡീസ്, അതുപോലെ മാർക്കറ്റ് ആക്സസ് എന്നുമായി ബന്ധപ്പെട്ട ചില സ്പെസിഫിക് കമ്മിറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനകത്ത് നോൺ ട്രേഡ് കൺസേൺസായ ഫുഡ് സെക്യൂരിറ്റി, അതുപോലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇതൊക്കെ ഈ WTOയുടെ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിനകത്ത് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് സപ്പോർട്ടാണ്. അപ്പോൾ ഡൊമസ്റ്റിക് സപ്പോർട്ടിൽ നമുക്ക് എന്താണ് ഈ WTOൻ്റെ എഗ്രിമെൻറ്റിൽ പറയുന്നതെന്ന് നോക്കാം. എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൽ ഡൊമസ്റ്റിക് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് നോക്കാം. So under this domestic support program, the countries have to comply with reduction commitments such as limit their total aggregate measure of support within specified limits. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വെച്ചാൽ രാഷ്ട്രങ്ങൾ അവരുടെ രാജ്യത്തിനകത്തെ ടോട്ടൽ ആഗ്രിഗേറ്റ് മെഷർ ഓഫ് സപ്പോർട്ട് ഒരു സ്പെസിഫൈഡ് ലിമിറ്റിനുള്ളിൽ വേണം ഓരോ രാഷ്ട്രങ്ങളും അവരുടെ ചില കമ്മോഡിറ്റീസിന് കൊടുക്കുന്ന മൊത്തം സപ്പോർട്ടെന്ന് പറയുന്നത്. അതായത് അവരുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട്, അവരുടെ രാജ്യങ്ങൾ കൊടുക്കുന്ന രാജ്യത്തിലെ കമ്മോഡിറ്റീസിന് പ്രൊഡക്ഷൻ കൊടുക്കുന്ന ഡൊമസ്റ്റിക് സപ്പോർട്ട്, രാജ്യത്തിനകത്ത് കൊടുക്കുന്ന സപ്പോർട്ട് 5% നിർത്തണം. ഡെവലപ്ഡ് കൺട്രീസ് അത് അവരുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് 5% നിർത്തണം. അതേപോലെ ഡെവലപ്പിംഗ് കൺട്രീസ് അവരുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് 10% നിർത്താം. മൊത്തം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ടോട്ടൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ മൊത്തം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗം, അതായത് വെറും 5% മാത്രമേ ഡൊമസ്റ്റിക് സപ്പോർട്ട് ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കാവൂ. അതേപോലെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്ന അവരുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് 10% നിർത്തണം. അപ്പോൾ ഈ ഡൊമസ്റ്റിക് സപ്പോർട്ട് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ മൊത്തം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്ന് വെച്ചാൽ 1986-88 ആണ് ബേസ് ഇയർ, അടിസ്ഥാന വർഷമായിട്ടാണ് അവർ പറയുന്നത്. ഈ 1986-88 അടിസ്ഥാന വർഷമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് പറഞ്ഞത് ഡൊമസ്റ്റിക് സപ്പോർട്ട് സബ്സിഡീസ് ഒക്കെ കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് സപ്പോർട്ട് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട്
പ്രധാനമായിട്ടും അവർ 3 ബോക്സിലാണ് ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മളിതിന് തൊട്ട് മുന്നേ ഒരു ആംബർ ബോക്സ് എന്ന് പറയുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യായിരുന്നു, ഇനി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡൊമസ്റ്റിക് സപ്പോർട്ട് സബ്സിഡീസിന് പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ്, അവർ 3 ബോക്സിലായിട്ട് അവർ പറയുന്നത്. സബ്സിഡീസ് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ആ സബ്സിഡീസൊക്കെ കുറയ്ക്കണമെന്നാണ് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്, ഗ്രീൻ ബോക്സ്, അങ്ങനെ 3 ബോക്സുകളായിട്ട് പ്രധാനമായിട്ട് സബ്സിഡീസിനെ അവർ പറഞ്ഞിരുന്നത്. ആംബർ ബോക്സ് എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഡൊമസ്റ്റിക് സപ്പോർട്ട് മെഷേഴ്സ് ദാറ്റ് ആർ മെൻ ടു ഡിസ്റ്റോർട്ട് ട്രേഡ് പ്രാക്ടീസസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ കാർഷിക മേഖലയിലെ ട്രേഡിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ളയും ഡൊമസ്റ്റിക് സപ്പോർട്ട് മെഷേഴ്സിനെയാണ് നമ്മൾ ആംബർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഡൊമസ്റ്റിക് സപ്പോർട്ട് മെഷേഴ്സ് ദാറ്റ് ആർ മെൻ ടു ഡിസ്റ്റോർട്ട് ട്രേഡ് പ്രാക്ടീസസ് ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയിൽ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഡൊമസ്റ്റിക് സപ്പോർട്ടിനെയാണ് നമ്മൾ ആംബർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വിച്ച് ആർ ടേംഡ് ആസ് ഡി മിനിമിസ് ലെവൽസ്. അപ്പോൾ ഇതിനൊക്കെ ഈ സപ്പോർട്ടിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് വിളിക്കുന്ന ഈ മൊത്തത്തിൽ ഈ ലിമിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഡി മിനിമിസ് ലെവൽസ് എന്ന്. ആ ഡി മിനിമിസ് ലെവൽസിലേക്ക്, അതായത് അത്രയും ഒരു അവരുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് അത്രയും ഈ ആംബർ ബോക്സ് കമോഡിറ്റീസ് എന്ന് പറയുന്ന ആംബർ ബോക്സിനകത്ത് വരുന്ന സബ്സിഡീസ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് നിർത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ ബ്ലൂ ബോക്സ്. അപ്പോൾ ബ്ലൂ ബോക്സ് എന്ന സബ്സിഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട സബ്സിഡീസാണ് ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞത്. അപ്പം അതായത് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഈ സബ്സിഡി കൂടുന്നവയല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ബ്ലൂ ബോക്സ് സബ്സിഡിക്കകത്തുള്ള സ്പെൻഡിങ്ങിന് ലിമിറ്റൊന്നും വെച്ചിട്ടില്ല. ബ്ലൂ ബോക്സിനകത്ത് സ്പെൻഡിങ് ലിമിറ്റ് ഇല്ല. അതേസമയം ആംബർ ബോക്സിനകത്ത് ട്രേഡ് പ്രാക്ടീസ് എല്ലാ ട്രേഡിനെയും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ സപ്പോർട്ട് മെഷേഴ്സിനെയും ആംബർ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു മിനിമം വെച്ചിട്ടുണ്ട്. അത്രയും മിനിമം സബ്സിഡി മാത്രമേ കൊടുക്കാവൂ. അതേസമയം ബ്ലൂ ബോക്സിനകത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ടാണ് സബ്സിഡിയാണ് ഈ ബ്ലൂ ബോക്സ് എന്ന് വെച്ചാൽ. അതിനകത്തെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് ഈ ബ്ലൂ ബോക്സ് സബ്സിഡീസ് കൂടുതലില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബ്ലൂ ബോക്സ് സബ്സിഡീസിനകത്ത് വലിയ ഒരു ലിമിറ്റൊന്നും വെച്ചിട്ടില്ല. ദെൻ ഗ്രീൻ ബോക്സ്. ഇതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വിച്ച് കോസസ് നോ ട്രേഡ് ഡിസ്റ്റോർഷൻസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ വാണിജ്യത്തിൽ ഒരു തടസ്സങ്ങളും ഡിസ്റ്റോർഷൻസ് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാക്കാത്തതാണ് ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ടാർഗറ്റഡ് അറ്റ് എനി പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആൻഡ് ഡു നോട്ട് ഇൻക്ലൂഡ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ഫോർ ഫാമേഴ്സ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതോ ഫാമേഴ്സിന് പ്രത്യേക ഇൻകം സപ്പോർട്ട് കൊടുക്കുന്നതോ ഒന്നുമല്ല ഈ ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ. അത് പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടതും റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടതും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫാമർ ട്രെയിനിങ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ഈ ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്ര ലിമിറ്റ്, വിത്തൗട്ട് എനി ലിമിറ്റ്സ്, ഒരു ലിമിറ്റ്സും ഇല്ലാതെ ഗ്രീൻ ബോക്സ് സബ്സിഡീസ് കൊടുക്കാം. അങ്ങനെ ഈ ഒന്നാമത്തേന്ന് വെച്ചാൽ അപ്പം ഈ എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൽ പ്രധാനമായിട്ട് 3 കാറ്റഗറിയാണ് വരുന്നത്. എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്, സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട, അതായത് ഒരു രാഷ്ട്രത്തിനകത്ത് ഓരോ കമ്മോഡിറ്റീസിനും കൊടുക്കേണ്ട സപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് സബ്സിഡീസുമായി ബന്ധപ്പെട്ടാണ്. ആ സബ്സിഡീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 ബോക്സുകളാണ് പറയുന്നത്. ആംബർ ബോക്സ് സബ്സിഡിയും ബ്ലൂ ബോക്സ് സബ്സിഡിയും ഗ്രീൻ ബോക്സും. ആംബർ ബോക്സ് എന്ന് വെച്ചാൽ ട്രേഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ആംബർ ബോക്സിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവയെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മിനിമം ലെവലുണ്ട്, അതിനപ്പുറത്തേക്ക് സബ്സിഡി കൊടുക്കാൻ പാടില്ല. ബ്ലൂ ബോക്സ് എന്ന് വെച്ചാൽ ദോസ് സബ്സിഡീസ് ആർ വിച്ച് ആർ ലിങ്ക്ഡ് ടു വൺ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് സബ്സിഡി കൂടുന്നവയല്ല. അതുകൊണ്ട് ഇതിന് ലിമിറ്റ്സ് പറഞ്ഞിട്ടില്ല. ഇനി ഈ ഗ്രീൻ ബോക്സ് എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, ഒരു ട്രേഡ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവില്ല. ഇത് പ്രധാനമായിട്ടും എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഫാമേഴ്സിന് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ടൊന്നും കിട്ടുന്നവയല്ല, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായിട്ടും റീജിയണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. അതുകൊണ്ട് ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എന്ന് വെച്ചാൽ ദേ ആർ അലൗഡ് വിത്തൗട്ട് എനി ലിമിറ്റ്സ്, ഒരു ലിമിറ്റും ഇല്ലാതെ അനുവദിക്കപ്പെട്ടവയാണ് ഗ്രീൻ ബോക്സ് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 3 തരത്തിലുള്ള സബ്സിഡീസാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് അഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിലും പ്രധാനമായിട്ട് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് സപ്പോർട്ടാണ്. അപ്പോൾ ഡൊമസ്റ്റിക് സപ്പോർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും 3 ബോക്സസാണ് പറഞ്ഞത്, ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ് ആൻഡ് ഗ്രീൻ ബോക്സ്. ഓക്കെ, ബാക്കി ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം.